ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിക്കറിയല്ല, മുട്ടക്കറി. അപ്പോൾ ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സാധാരണ കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുട്ടയാക്കാമെന്ന്. അപ്പോൾ നമ്മുടെ വാവമാർ മുട്ട കഴിക്കുന്നില്ല. അപ്പോൾ ഉള്ളിക്കറിയുടെ കൂടാണ് ചിലപ്പോൾ കഴിച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മൾ ഉണ്ടാക്കിയൊക്കെ മുട്ട തിന്നാനായിട്ട് പുഴുങ്ങി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കത്തില്ല കേട്ടോ. അപ്പം അവർക്ക് വേണ്ട നമുക്ക് മാത്രം മതി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പം വഴക്കിട്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ അതാണ് ഞാനിന്ന് ഉള്ളിക്കറി ആക്കിയത്. അപ്പോൾ അതിൻ്റെ കൂടെ പാലും ബൂസ്റ്റ് ഇട്ടാണ് പാൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഹോർലിക്സ് ഇടും അല്ലെങ്കിൽ ബൂസ്റ്റ് ഇടും, ഉള്ളത് ഏതാണോ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഭാവിക്കും വൈഷ്ണനും ഉള്ള പാലാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തൊരു ഫ്രണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളാണ്, സജീഷ് സാറ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കല്യാണമാണ്, അതിന് പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദിനാട് ശക്തികുളങ്ങര അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് നമ്മുടെ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഭാവിയും വൈശുവും കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ, ആനയെ കാണുവാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി ആനയെ കണ്ടുകൊണ്ട് വന്നു. ഞാൻ നേരെ അമ്പലത്തിലോട്ട് കയറി അവരുടെ അടുത്ത് നിന്നു. അപ്പോഴത്തേക്ക് കല്യാണം ഏകദേശം കഴിയാറായി കേട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, കണ്ടു, താലി കെട്ടുന്നതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെന്ന് നിന്നാണ്. അപ്പോൾ നമ്മൾ വന്നു എന്നുള്ളത് ആളെ അറിയിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് പിന്നെ അവർ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു, ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു. അങ്ങനെ പിന്നെ ഞാനും കൂടെ പോയി. അപ്പോൾ എൻ്റെ കൂടെ പണ്ട് ബ്രൈറ്റിൽ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, സാബർ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെയും കൂടി ഒരു വീഡിയോ, ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ക്യാമറ, അങ്ങനെ ഫോണൊക്കെ പുള്ളിക്കാരൻ്റെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അതുപോലെ തന്നെ എൻ്റെ കല്യാണത്തിന് ഫോട്ടോ എടുത്ത ചേട്ടനാണ് കേട്ടോ ഇവരുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്തത്. അപ്പോൾ പുള്ളിക്കാരനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പുള്ളിക്കാരനെ അറിയാം കേട്ടോ, നമ്മളെ എവിടെ വെച്ച് കണ്ടാലും കാണും. മിക്കവാറും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പുള്ളിക്കാരനായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള മിക്ക കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്നത് പുള്ളിക്കാരനായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദേവുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്സവമാണ്, നമ്മുടെ മണ്ണൂർക്കാവ് അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ അവരുടെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, എന്നാലും നമ്മൾ വന്നതാണ്. നമ്മൾ അമ്പലത്തിൽ എല്ലാ വർഷവും ഉത്സവത്തിന് വേണ്ടിയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഇപ്രാവശ്യവും പോകാതിരിക്കേണ്ടെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. പോകണ്ടെന്ന് വിചാരിക്കാൻ കാര്യം, ശരിക്കും ഉത്സവമൊക്കെ ആഘോഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുകയാണ് നമ്മുടെ ഫാമിലി ഫുള്ള് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അച്ഛന് സുഖമില്ലാണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ വല്യച്ഛൻ്റെ മോനും സുഖമില്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. എന്നാലും ഉത്സവത്തിന് പോകാണ്ടിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അപ്പോൾ അത് കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പോയില്ലെങ്കിൽ ഒരു വിഷമമായിരിക്കും, അയ്യോ ഇപ്രാവശ്യം പോയില്ലല്ലോ എന്നോർത്ത് പിന്നീട് അതൊരു ദുഃഖമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഉത്സവങ്ങളൊന്നും ഞങ്ങൾ മിസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് വാവുമാരൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അപ്പം അവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കായൽ മീനാണ് കിട്ടിയത്. അപ്പോൾ ഏത് മീനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, തെരട്ടിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ മിഷേൻ്റെ അടുത്തും പറഞ്ഞു ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ലല്ലോ, ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കായൽ മീനൊന്നും. പക്ഷേ തിന്നപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മുടെ കരിമീനൊക്കെ ഇല്ലേ, അപ്പോൾ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും, എന്നാലും അതിനെക്കാട്ടി കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞാൻ മീൻ മാത്രം തിന്നു, എന്ന് വെച്ചാൽ ആദ്യം മീനില്ലാണ്ട് ചോറ് ഫുള്ള് കഴിച്ചു. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മീൻ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ മീൻ തിന്നു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിന്നപ്പോൾ അടിപൊളി മീനായിരുന്നു. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അവർ വീണ്ടും തൊട്ട് ഫ്രണ്ടിൽ ഒരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ വീട്ടിലെയാണ് അവർ നേർച്ച വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈശികയൊക്കെ അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകാൻ കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചാൽ നേരത്തെ പോയിട്ട് നേരത്തെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ പകുതി വഴിയാകുമ്പോഴേ ഇവരൊക്കെ ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോയി. അപ്പോൾ ഞാൻ ഇന്നത്തെ പാട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. എല്ലാ ഉത്സവത്തിന് പോകുമ്പം ഒരുപാട് ഫ്ലോട്ടൊക്കെ കാണും, അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ കാണും. അപ്പോൾ ഞാൻ അതൊന്നും ഇതിനകത്ത് ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ. എനിക്ക് നേരത്തെ ഇതുപോലെ ഒരു അബദ്ധം പറ്റി. അങ്ങനെ ഞാൻ ആദ്യം ഇതുപോലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോപ്പി റൈറ്റ് വന്നപ്പോൾ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള മ്യൂസിക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ.
മിണ്ടാതെ അവൾ ഇങ്ങോട്ട് ഓടി വരും. അവരില്ല അവരുടെ ഇവിടെ നിന്നുള്ള കുതിരയുടെ കൂടെ. മോളെ ചേച്ചി വെച്ചിട്ട് കൈ പിടിച്ചേ. നമ്മളെ അച്ഛനും അമ്മയും കണ്ടായിരുന്നു നിന്നെയും കൂടെ. അതാണ്ടേ ചൂടോളോ അമ്മ ആ ഗ്ലാസ് ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ വന്നില്ലേ? അപ്പം നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഓരോന്ന് കണ്ടാണ് കേട്ടോ വന്നത്. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മാമൻ്റെ മോൻ്റെ വീട് കേട്ടോ. മോൻ്റെ വീടല്ല, മോൻ്റെ വൈഫിൻ്റെ വീട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കുറേ വെള്ളമൊക്കെ കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വാവിയും വൈഷും എല്ലാവരും കൂടി കണ്ണാടി വേണം, ഫോൺ വേണം, പിന്നെ വാച്ച് വേണം എന്നും പറഞ്ഞിട്ടൊക്കെ ബഹളമായി. പിന്നെ അതൊക്കെ ഏകദേശം ഓരോന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു, പിന്നെ ഉത്സവം കണ്ടു. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ഉത്സവ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.